നമുക്ക് ഇതേപോലെ ഒരു മീൻ പീരൻ ഉണ്ടാക്കിയാലോ. ഇതിൽ മുളക് പൊടി ഇല്ല കേട്ടോ, ഒരു വേറെ കൂട്ടാ. അപ്പൊ ഉണ്ടാക്കി നോക്കല്ലേ? സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ, മറക്കല്ലേ. ബാ, ഫുൾ വീഡിയോ ഇപ്പൊ കാണാം. നമുക്ക് ഇതേപോലത്തെ ഒരു കളിമണ്ണിന്റെ പാത്രം കേട്ടോ, മീൻ വെക്കാൻ അതല്ല സൂപ്പർ. നമുക്ക് ചട്ടിയിലേക്ക് നാളേരം ചെറിയത്, നമുക്ക് 5 മിളക് ഇത് ഇങ്ങനെ അങ്ങനെ എരിഞ്ഞിട്ട്, 2 വെളുത്തുള്ളി, നമുക്ക് കുറച്ച് ഇഞ്ചി, നമുക്ക് കുറച്ച് കാന്താരി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കുടപ്പുളിയുടെ വെള്ളം, ഉപ്പ്. കഴിഞ്ഞ കൈ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഞെരട്ടി കൊണ്ട് പിഴിയാട്ടോ. നമുക്ക് ഞാൻ മീൻ ചേർത്ത് കൊടുക്കാട്ടോ. കുറച്ച് വേപ്പില മിക്സ് ചെയ്യാട്ടോ. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കാം, അതൊന്ന് മുക്കായി വരാനായിട്ട്. നമുക്കത് മൂടി വെച്ച് ഓൺ ചെയ്യാട്ടോ. നമ്മൾ അത് വെച്ചത് തിളച്ചു വരുന്നുണ്ട് കേട്ടോ, നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി അതിൻ്റെ കവർ എടുക്കാം കേട്ടോ. നമുക്കൊന്നങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിനി ആ വെള്ളം വറ്റര വരെ നമുക്കതിന് തിളപ്പിക്കാം കേട്ടോ. നമുക്കിനി നല്ല കുനുകുനാനെറിഞ്ഞ് സബോള, നമുക്കിനി അത് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിനി അത് നന്നായിട്ടൊന്ന് തിക്കാവുന്ന വരെ അതേപോലെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അതുവരെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെയ്യും. അത് വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, നമുക്ക് കുരുമുളക് ഇടിച്ചത് അതുകൂടെ മുകളിലേക്ക് തുടങ്ങാം. നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി നമുക്കത് അടച്ചു വെച്ചൊരു 15-20 മിനിറ്റ് നേരത്തെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പ്രത്യേകതയുള്ള മീൻ പീര റെഡി ആയി. നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്മെൽ എടുക്കണ്ടേ, അങ്ങനെയാണ് തിന്നാൻ നല്ലത്. പച്ചമുളകിൻ്റെ ആ ടേസ്റ്റും കാന്താരിയും നല്ല ആ സബോളയുടെ ഒരു കടി കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ആവശ്യത്തിന് പുളി, പിന്നെ ആ ഫെനൽ സീഡിൻ്റെ ഒരു ടേസ്റ്റ് ലാസ്റ്റ് കിട്ടുന്നുണ്ട്. സാധനം നല്ല അടിപൊളിയുണ്ട്. തിന്നുമ്പോ എങ്ങനെ തിന്നണ്ടേ, ആസ്വദിച്ച് തിന്നും. അത് തിന്നുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കണേ. ബൈ. പുതിയ വീഡിയോ ഉടനെ വരുന്നതാണ്.